ഈശോയ്ക്കും മാതാവിനും നന്ദി. എൻ്റെ പേര് സുബിമോൾ. ഞാൻ ചേർത്തല മുട്ടം സെൻറ്റ് മേരീസ് ഫെറോന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഒക്ടോബർ മാസമാണ് ഉടമ്പടി എടുത്തത്. 15 തവണ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഞാൻ ഫുഡ് സേഫ്റ്റി അസിസ്റ്റൻ്റ് കമ്മീഷണറായിട്ട് ആലപ്പുഴയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുണ്ടായ ഒരു അത്ഭുതം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് 2022 സെപ്റ്റംബർ മാസത്തിലാണ് പ്രൊമോഷൻ ഫുഡ് സേഫ്റ്റി അസിസ്റ്റൻ്റ് കമ്മീഷണറായിട്ട് ലഭിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ വിജിലൻസ് എൻക്വയറി ഉള്ളതുകൊണ്ട് 5 വിജിലൻസ് എൻക്വയറി ഉള്ളതുകൊണ്ട് എനിക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ തടസ്സം നേരിട്ടു. അതായത് വിജിലൻസ് ഓഫീസിൽ പരിശോധിക്കാൻ വരുമ്പോൾ നമ്മൾ രജിസ്റ്റർ ക്ലിയർ അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, നമുക്ക് മുമ്പുള്ളവർ ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും വിജിലൻസ് എൻക്വയറി ഉണ്ടാകും. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മേൽ 5 വിജിലൻസ് എൻക്വയറി ഉള്ളതുകൊണ്ട് എനിക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ കാലതാമസപ്പെട്ടു. 2026 ജനുവരി മാസമായിട്ടും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. ഞാൻ പരിശുദ്ധ അമ്മയോട്, കൃപാസനം മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ പറഞ്ഞു, അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് എനിക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അത് ജനുവരി മാസത്തിലാണ്. ജനുവരി മാസം 22-ാം തീയതിയായിരുന്നു. അപ്പോൾ ഫെബ്രുവരി ആയപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാമെന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, വിജിലൻസ് എൻക്വയറി പ്രശ്നമില്ല എന്ന് പറഞ്ഞു എന്നെ അറിയിച്ചു. ഫെബ്രുവരി മാസം എനിക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കിട്ടി. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഞാൻ പ്രേക്ഷിത വേലയായിട്ട് ചെയ്യുന്നത് ഉടമ്പടി പത്രം വാങ്ങിക്കൊണ്ടുപോയി മെഡിക്കൽ കോളേജുകളിലാണ് ഞാൻ വിതരണം ചെയ്യുന്നത്. കൂടാതെ എൻ്റെ ഓഫീസിലും ഞാൻ ജോലി ചെയ്യുന്നിടത്തും ഞാൻ യാത്രയിലെല്ലാം ദൈവത്തെ പ്രഘോഷിക്കുകയും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്യാറുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങൾ 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന ദശാംശം മറ്റുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിനും വീട് വയ്ക്കുന്നതിനും കല്യാണങ്ങൾക്കും മറ്റ് അവരുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ സഹായിക്കുന്നതിനുമായി ഞങ്ങൾ നൽകാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൂടാതെ മാതാവിനോട് ചേർന്ന് നിൽക്കാൻ പരമാവധി ശ്രമിക്കുന്നു. മാതാവിനോട് ചോദിച്ച്, ഈശോയോടും മാതാവിനോടും ചോദിച്ച് മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യവും ചെയ്യുള്ളൂ. ഡെയിലി മാതാവ് നയിക്കുന്ന ഒരു അനുഭവം, എൻ്റെ മാതാവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഞാൻ എന്ത് കാര്യവും മാതാവിനോട് ചോദിക്കാതെ ഒരു കാര്യവും ഞാൻ ജീവിതത്തിൽ ചെയ്യാറില്ല. മാതാവും ഈശോയും തന്നെ ഈ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഞങ്ങളുടെ 2ാമത്തെ സാക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു ദൈവാനുഗ്രഹത്തെക്കുറിച്ചിട്ടാണ്. ഞങ്ങൾ 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾ 2 പേരും പ്രത്യേകം ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ 2024 ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഏതാണ്ട് ഒരു 2022 മുതൽ ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം സാമാന്യം നല്ല രീതിയിൽ ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് ഒരു 5-ാം തീയതി ആകുമ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ പൈസയും തീരും. പിന്നീട് ഞങ്ങൾക്ക് ബാക്കി 25 ദിവസവും ജീവിച്ചു പോകണമെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങേണ്ട അവസ്ഥയാണ്. ആരെങ്കിലുമൊക്കെ കടം വാങ്ങി ഞങ്ങൾ മാസം തികഞ്ഞു പോവുകയാണ്. കിട്ടേണ്ട പൈസ ഞങ്ങൾക്ക് സമയത്തൊരിക്കലും കിട്ടാറില്ല. എന്നാൽ കൊടുക്കേണ്ട പൈസ ഞങ്ങൾ കൊടുക്കേണ്ടതിൽ അധികമായും കൊടുക്കേണ്ടി വരുന്ന ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിരുന്നത് ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ 2025 6-ാം മാസം ഞാൻ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് വാങ്ങുകയുണ്ടായി. അന്ന് അച്ഛൻ വലിയ സന്തോഷത്തോടുകൂടി എന്നെ അനുഗ്രഹിച്ച് വിട്ടു. ഒരു കാശ് രൂപം തന്ന് എനിക്ക് വിട്ടു. ഞാൻ ആ കാശ് രൂപം ഞാൻ എൻ്റെ മൊബൈലിനോട് ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മൊബൈലിലൂടെയാണ് നമ്മൾ ഇന്ന് സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നത്. ഞാനത് മൊബൈലിൻ്റെ ഭാഗമാക്കി ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നു. അതിനുശേഷം ഞാൻ 2024 ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോൾ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് പ്രാർത്ഥിച്ച ഒരച്ഛൻ പറഞ്ഞിരുന്നത് 4 വർഷം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടുമെന്നാണ്. ഇതിപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഏതാണ്ട് ഒരു 9 മാസമാകുമ്പോൾ ഇന്ന് എൻ്റെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി സാമ്പത്തികമായ യാതൊരു പ്രതിസന്ധിയുമില്ലാത്ത ഒരവസരത്തിലേക്ക് ഞങ്ങളെ സമയച്ചുരുക്കത്തിൻ്റെ കൃപാസന മാതാവ് എത്തിച്ചിരിക്കുകയാണ്.
അതുപോലെ തന്നെ ഞങ്ങളുടെ സാമ്പത്തികവും മറ്റു രീതിയിലുള്ള എല്ലാ വൈഫ് പറഞ്ഞു, ഞങ്ങൾ ഏത് തീരുമാനമെടുക്കുമ്പോഴും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഉള്ള വലിയ ഒരു ആലോചന ചോദിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ തീരുമാനമെടുക്കാറുള്ളത്. അതിന് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സഹായം കിട്ടിയത് ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ദശാംശം കൃത്യമായി എഴുതി വെച്ച് അത് ആദ്യം മാറ്റി വെച്ചിട്ട് അതിന് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ ചിലവിനായിട്ട് ഒരു പൈസ പോലും ചിലവഴിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഞങ്ങൾക്ക് ആ പ്രതിസന്ധി കാലഘട്ടത്തിൽ കൂടിയും അത് ചെയ്യാൻ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ വലിയ സഹായത്താലാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും ഉറച്ചു വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം ഞങ്ങളുടെ പ്രേക്ഷിത വേലയാണ്. പ്രേക്ഷിത വേലയിൽ ഞങ്ങൾ പത്രം വാങ്ങിച്ചാൽ ഏതാണ്ട് ഒരു 6-8 പത്രം ഉണ്ടാകും ഞങ്ങളുടെ രണ്ടുപേരും കൂടെ. 6-8 പത്രവും ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജുകളിൽ അവിടെ ചെല്ലുമ്പോൾ രോഗികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരത് തട്ടിപ്പറിച്ചു കൊണ്ട് പോകുന്നത് പോലെയാണ് വാങ്ങിച്ചുകൊണ്ട് പോവുക. ഏതാണ്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ഈ 6-8 പത്രവും കൊടുത്തു തീരും. അത്രയ്ക്ക് ആവേശത്തോടു കൂടിയാണ് ഈ പത്രം കൊണ്ട് ചെല്ലുമ്പോൾ അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ വ്യക്തിപരമായ പ്രവർത്തന മേഖലകളിൽ, ജോലി മേഖലകളിൽ ഞങ്ങൾ കാണുന്നവരെല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞ് ഉടമ്പടി എടുപ്പിക്കുവാനായിട്ട്. ചിലരൊക്കെ പറയും ഉടമ്പടി എടുത്താൽ അത് പൂർത്തിയാക്കാൻ സാധിക്കുമോ? എപ്പോഴും ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഉടമ്പടി എടുത്ത് അത് പാലിക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ സഹായത്താലാണ്. നമ്മുടെ മെറിറ്റ് കൊണ്ട് നമുക്ക് ഉടമ്പടി പാലിക്കാനായിട്ട്, ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനും അനേകർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. മറ്റൊരു ബോധ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, ഞങ്ങളുടെ ആത്മീയ ബോധ്യം കിട്ടിയിട്ടുള്ളത്, ഞങ്ങളുടെ അതായത് നിത്യതയിലേക്കുള്ള ഞങ്ങളുടെ പങ്കാളിയാണ് പരിശുദ്ധ അമ്മ. ഒരു കൂട്ട്, നമുക്ക് നിത്യതയിലേക്ക് പോകാൻ ഉറപ്പുള്ള ഒരു പങ്കാളി, നിത്യതയിൽ നമ്മെ എത്തിക്കുമെന്നുള്ള ഉറപ്പുള്ള പങ്കാളിയായിട്ടാണ് ഞങ്ങൾ പരിശുദ്ധ അമ്മയെ കാണുന്നത്. ഈ വലിയ അനുഗ്രഹങ്ങൾ നൽകിയ രണ്ടാമതും ഈ തിരുനടയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് ഏറെ കോടാനുകോടി നന്ദി പറയുന്നു. സുഭാഷിതങ്ങൾ 19:17 ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. സുബിമോൾ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി ആൻ്റണി ജോണും അവരുടെ ജീവിതം കടന്നുപോയ ക്ലേശകരമായ സാഹചര്യങ്ങളിൽ പരിശുദ്ധമ്മയിലൂടെ ലഭിച്ച സവിശേഷമായ സംരക്ഷണവും പ്രശ്നങ്ങളുടെ പരിഹാരവും എങ്ങനെയെന്ന് അമ്മയുടെ തിരുവൾത്താരയിൽ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുകയാണ്. സുബിമോൾക്ക് പ്രൊമോഷൻ ഡിക്ലെയർ ചെയ്ത് ആ ജോലി സംബന്ധമായിട്ടുണ്ടായിരുന്ന എല്ലാ ക്ലേശങ്ങളും മാറിയത് അത് ഗവൺമെൻറ്റിൻ്റെ നിയമത്താലല്ല, ദൈവശക്തിയുടെ ഇടപെടലിനാൽ അത് അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി പുതുക്കിയതിന് പ്രകാരം ആ ഒരു നിയോഗം വേഗത്തിൽ സാധിച്ചു കിട്ടിയതിനെ സമയച്ചുരുക്ക മാതാവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ നന്ദി പറയുകയാണ്. 5 വിജിലൻസ് കേസുകൾ കാരണം ഒന്നിനു പുറകെ ഒന്നായി പ്രൊമോഷൻ കാര്യങ്ങൾ ഏറെ തടസ്സപ്പെട്ട് കിടന്നത്, അതിൻ്റെ ആ വിജിലൻസ് കേസുകൾ പൂർണ്ണമായി തീരാതെ പ്രത്യേകമായിട്ട് അമ്മ മാതാവ് ഇടപെട്ട് ആ ഡിക്ലറേഷൻ ലഭിച്ചതിനെയാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. രണ്ടാമത്തത് ജീവിത പങ്കാളി ആൻ്റണി ജോണിനുണ്ടായിരുന്ന ബാധ്യതകൾ, കിട്ടാനുള്ള പണം കിട്ടാതെയും കൊടുക്കാനുള്ളത് എപ്പോഴും ശമ്പളം കിട്ടിയാൽ പോലും തികയാതെ വരുന്ന വിധത്തിൽ അത് ബാധ്യതകളായി നിൽക്കുകയും ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത രണ്ടുപേരും ഒരുപോലെ എടുത്തു പറഞ്ഞു. ശമ്പളം കിട്ടുമ്പോൾ തന്നെ കൃത്യമായി ദശാംശം മാറ്റി അത് അർഹതപ്പെട്ട കരങ്ങളിൽ എത്തുന്നതിന് വേണ്ടി ഓരോ മാസവും ഞങ്ങൾ പ്രയത്നിച്ചിരുന്നുവെന്ന, നമ്മുടെ ധാരാളിത്വത്തിൽ കൊടുക്കേണ്ടതല്ല കാരുണ്യ പ്രവൃത്തി, മറിച്ച് ഇല്ലായ്മയിലും ഉള്ളതിൽ നിൻ്റെ ദശാംശം കൊടുക്കുവാൻ നമ്മൾ ദൈവ തിരുസന്നിധിയിൽ വിശ്വസ്തതയുള്ളവരാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുകയും സമയച്ചുരുക്കത്തിൽ നമുക്കത് പരിഹരിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ രണ്ടുപേരും ഈ എൽത്താരയിൽ പങ്കുവെച്ചത്. മറ്റൊരിടത്ത് ധ്യാനം കൂടുമ്പോൾ 4 വർഷമെങ്കിലും എടുക്കും ബാധ്യതകളൊക്കെ തീരാനെന്ന് പറഞ്ഞ ഇടത്തു നിന്നാണ് ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ 9 മാസങ്ങൾക്കുള്ളിൽ വലിയ സാമ്പത്തിക ബാധ്യതകൾ മുഴുവൻ വിട്ടുതീർന്ന് സ്വസ്ഥതയോടെ നന്ദി നിറഞ്ഞ മനസ്സോടെ ഈ ദമ്പതികൾ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്.
പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിൻ്റെ 2 പ്രധാനപ്പെട്ട മേഖലകളാണ് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും. സഹോദരൻ സൂചിപ്പിച്ചു, ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 6 കെട്ട് പത്രം ഞങ്ങളുടെ കൈകളിലുണ്ടെങ്കിലും അത് കൊണ്ടുചെന്ന് പ്രാർത്ഥനാപൂർവം അർഹതപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അല്പം പോലും സമയം വൈകാതെ 1-1.5 മണിക്കൂർ കൊണ്ട് ഈ ഇത്രയും പത്രങ്ങൾ കൊടുത്തു മാറ്റുവാൻ ആളുകൾ ആവേശത്തോടെ സ്വീകരിക്കുന്നത് കാണുന്നുണ്ടെന്ന്. ക്രിസ്തുവിനെ ഉള്ളിൽ പേറിക്കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ഇറങ്ങിയാൽ ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആ വ്യക്തികൾ നമ്മളെ തേടി വരും. അവരുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നത് അവർക്ക് ആത്മബലത്തിനും ജീവിത ദർശനത്തിനും കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ വിശ്വസ്തതയാണ് എനിക്ക് ലഭിക്കുന്നതിൻ്റെ ഓഹരി. കൃത്യമായി ഞാനത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമെന്നത് ഉടമ്പടി എടുക്കുന്നത് കൊണ്ട് ചെയ്യേണ്ടതല്ല. ഒരു മനുഷ്യനായി ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് ലഭിക്കുന്ന വിവിധ വരുമാനങ്ങൾ, ആ വരുമാനത്തിൻ്റെ ഒരു ഓഹരി നിർബന്ധമായും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക്, അത് രോഗികളാവട്ടെ, അത് പീഡിതരാവട്ടെ, അഗതികളാവട്ടെ, ആരുപോലുമില്ലാത്തവരാവട്ടെ, പഠന മേഖലകളിൽ ക്ലേശിക്കുന്നവരാകട്ടെ, അവർക്ക് കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഉടമ്പടിയിൽ നമുക്കത് മാൻഡേറ്ററിയായി മാറുന്നു, കൽപ്പനയായി മാറുന്നു. ഉടമ്പടിയിൽ കാരുണ്യ പ്രവൃത്തി എന്തെങ്കിലും ചെയ്ത് നമ്മൾ രക്ഷപ്പെടുകയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിൻ്റെ കൃത്യമായ ഓഹരി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തിയായിട്ടാണ് അത് മാറുന്നത്. നമുക്ക് ഈ കാരുണ്യ പ്രവൃത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും വെള്ളം ചേർക്കാതെ വിശ്വസ്തത പുലർത്തുവാനാകുമെങ്കിൽ നമ്മുടെ നിയോഗങ്ങൾക്ക് മേൽ ദൈവിക അനുഗ്രഹങ്ങൾ സമയച്ചുരുക്കത്തിൽ ലഭിക്കുന്നത് കാണാനാവും. അതിന് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.